നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഏറ്റുമാനൂരിൽ ഷൈനിയും കുഞ്ഞുങ്ങളും ആത്മഹത്യ ചെയ്തതിന് സമാനമായിട്ടുള്ള അവസ്ഥയിലൂടെ അഡ്വക്കേറ്റ് ജിസ്മോളും മക്കളും ആത്മഹത്യ ചെയ്തിരിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ജിസ്മോൾ ഹൈക്കോടതിയിൽ അഭിഭാഷകയായിരുന്നു. കുഞ്ഞുങ്ങൾ 6ഉം 2ഉം വയസ്സുള്ള 2 കുഞ്ഞുങ്ങളോടൊപ്പം പുഴയിൽ ചാടി, മീനച്ചിലാറ്റിൽ ചാടി ആത്മഹത്യ ചെയ്തിരിക്കുന്ന വളരെ ദാരുണമായിട്ടുള്ള സംഭവമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഏറ്റുമാനൂരിൽ ഷൈനിയുടെയും കുഞ്ഞുങ്ങളുടെയും ആത്മഹത്യ അത്രയേറെ ചർച്ച ചെയ്യപ്പെട്ട ഒന്നായിരുന്നു. തൻ്റെ കുഞ്ഞുങ്ങളോടൊപ്പം ട്രെയിനിന് മുൻപിൽ ചാടി ആത്മഹത്യ ചെയ്തതിന് പിന്നിലുള്ള കാരണങ്ങളൊക്കെയും അന്വേഷിച്ചുകൊണ്ട് കുടുംബ പ്രശ്നങ്ങളാണ് എന്നുള്ള നിഗമനത്തിലെത്തുകയും മറ്റ് പ്രശ്നങ്ങളിലേക്കൊക്കെ വഴിതിരിക്കുകയും ഒക്കെ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഓരോ മനസ്സാക്ഷിയുള്ള മനുഷ്യരുടെ മനസ്സിലും ഇന്നും മായാത്ത ഒരു വേദനയുള്ള അനുഭവമായിട്ട് ഷൈനിയുടെയും കുഞ്ഞുങ്ങളുടെ ആത്മഹത്യ നിലനിൽക്കെ തന്നെയാണ് ഏറ്റുമാനൂരിൽ അതിപ്രഗത്ഭയായിട്ടുള്ള മിടുക്കിയായിട്ടുള്ള അഡ്വക്കേറ്റ് ജിസ്മോൾ തൻ്റെ കുഞ്ഞുങ്ങളോടൊപ്പം കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. ഇത്രയും ചെറുപ്രായത്തിൽ ഇവർക്കൊക്കെ ഇത്തരത്തിൽ ചിന്തിക്കണമെങ്കിൽ മാനസികമായിട്ട് പിന്തുണ ലഭിക്കുന്നില്ല, വീട്ടിൽ നിന്നും ഭർത്താവിൽ നിന്നും ഒന്നും ലഭിക്കുന്നില്ല എന്നുള്ളതിന് തെളിവുകളാണ് ആത്മഹത്യകൾ കൂടിക്കൊണ്ടിരിക്കുന്നത്. അത്രമേൽ ദാരുണമായിട്ടുള്ള സംഭവങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് സ്ത്രീകളുടെ മാനസിക അവസ്ഥയ്ക്ക് മാറ്റങ്ങൾ വന്നിരിക്കുന്നു എന്ന് തന്നെയാണ്. പലതരത്തിലുള്ള മാനസിക സമ്മർദ്ദങ്ങളിലൂടെയാണ് ഓരോ സ്ത്രീയും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ മനസ്സിൻ്റെ ഉള്ളറകളെ തൊട്ടറിയുന്നതിന് കുടുംബത്തിലുള്ളവർക്ക് കഴിയണം. അവർ മാനസികമായിട്ട് അനുഭവിക്കുന്ന സമ്മർദ്ദങ്ങൾ ഏത് തരത്തിലുള്ളതാണെന്ന് അറിയാനായിട്ട് ശ്രമിക്കണം. കാരണം ഒരു കുടുംബമാകുന്നത് ഭർത്താവും ഭാര്യയും കുഞ്ഞുങ്ങളുമൊത്ത് സമാധാനവും സന്തോഷത്തോടു കൂടി ജീവിക്കുന്നതിന് വേണ്ടിയിട്ട് തന്നെയാണ്. സമത്വം എന്നത് പറയുന്നുണ്ടെങ്കിലും പുരുഷനും സ്ത്രീക്കും തുല്യത പറയുന്ന വിഭാഗത്തിന് തന്നെ ചിന്തിക്കാവുന്നതേ ഉള്ളൂ. പുരുഷൻ്റെ അത്രയും മാനസിക സ്ഥിരത സ്ത്രീകൾക്കുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അവർക്ക് മാനസികമായിട്ട് പല കാര്യങ്ങളെയും അതിജീവിക്കുന്നതിനുള്ള ഒരു സമ്മർദ്ദം കാരണം പറ്റാതെ വരുന്നുണ്ട് എന്ന് തന്നെയാണ് പറയാനിരിക്കുന്നത്. മൾട്ടി ടാലൻറ്റഡ് ആണ് സ്ത്രീകൾ എന്ന് പറയുന്നു, അത് ശരി തന്നെയാണ്. പക്ഷേ ഇതിനിടയിൽ പല പല കാര്യങ്ങൾ ചെയ്യുന്നതിനിടയിൽ അവർക്ക് മാനസികമായിട്ടും വൈകാരികമായിട്ടും പല മേഖലകളെയും പിന്തുടർന്നു പോകുന്നതിനും അവർക്ക് അതിനെയൊക്കെ അതിജീവിക്കുന്നതിനുമൊക്കെ പ്രയാസം തോന്നാറുണ്ട്. സ്ത്രീകൾ ഒരു ഭവനത്തിലെ കാര്യങ്ങൾ ചെയ്യുന്നത് തന്നെ വളരെയധികം കാര്യങ്ങൾ ഒരേ സമയത്ത് ചെയ്യേണ്ടതായിട്ടുള്ള, അതും ആവർത്തിച്ച് എല്ലാ ദിവസവും ചെയ്യേണ്ട അവസ്ഥയിലാണ് ഓരോ സ്ത്രീകളും. അതുകൊണ്ട് തന്നെ അവരുടെ മാനസിക അവസ്ഥ വ്യത്യസ്തമാണ്. ആരും അവരെ സഹായിക്കാൻ ഇല്ലാത്ത ഒരു സാഹചര്യം കൂടിയാണെങ്കിൽ പറയാനും വയ്യ. കുടുംബത്തിലെ കാര്യങ്ങൾ നോക്കുന്നതിനോടൊപ്പം ജോലിയും കൂടി ചെയ്യേണ്ടി വരുമ്പോൾ ജോലിയുടെ സമ്മർദ്ദം കൂടി വരുന്നുണ്ട്. ഇതും കുടുംബ പ്രശ്നങ്ങളിലേക്ക് വളരെ വലുതായ രീതിയിൽ വഴിതെളിക്കാറുണ്ട്. മാതാവും പിതാവും ഭർത്താവും ഒക്കെ പിന്തുണച്ച് മാത്രമേ സ്ത്രീകൾക്ക് മുൻപോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. മക്കളുടെ കാര്യം കൂടി നോക്കേണ്ടി വരുന്ന സ്ത്രീകളുടെ മാനസിക അവസ്ഥ വളരെയധികം ദൗർബല്യപ്പെട്ട് പോകുന്നതായിട്ടാണ് ഇന്ന് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെയും സ്ത്രീകൾക്ക് ശരിയായിട്ടുള്ള രീതിയിൽ കുറച്ച് സമയം വിശ്രമം, അല്ലെങ്കിൽ കുറച്ച് ആഘോഷത്തിൻ്റെതായ കുറച്ച് നിമിഷങ്ങൾ അവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുക, അവരോട് സംസാരിക്കാനായിട്ട് ശ്രമിക്കുക. കാരണങ്ങളില്ലാതെയും ചിലപ്പോൾ ചില സ്ത്രീകൾ സമ്മർദ്ദങ്ങൾ അനുഭവിക്കുന്നത് കാണാം. അത് ചിലപ്പോൾ ഒരു ഡിപ്രഷൻ സ്റ്റേജുകളിലേക്ക് വരെ പോകാറുണ്ട്. അതുകൊണ്ട് തന്നെയും ഏത് തരത്തിലുള്ള അവസ്ഥയിലൂടെയാണ് തൻ്റെ ജീവിത പങ്കാളി കടന്നു പോകുന്നതെന്ന് അറിയാനായിട്ട് ശ്രമിക്കണം. കുടുംബ പ്രശ്നങ്ങളാണെങ്കിൽ അത് പറഞ്ഞു തീർക്കാനായിട്ട് ശ്രമിക്കുക. കുഞ്ഞുങ്ങളോടൊപ്പം ജീവിക്കാനായിട്ട് ശ്രദ്ധിക്കുക. മാറി താമസിക്കേണ്ട സാഹചര്യങ്ങളാണെങ്കിൽ മാറി താമസിക്കാൻ തന്നെ തയ്യാറാവുക. ഇതൊന്നുമല്ലാത്തത് കൊണ്ടല്ലേ ഇന്ന് സ്ത്രീകൾ ഇത്രയധികം ആത്മഹത്യയിലേക്ക് പോകുന്നത്. കുഞ്ഞുങ്ങളോടൊപ്പം ആത്മഹത്യ ചെയ്യുന്ന സ്ത്രീകളുടെ എണ്ണം കൂടി വരുന്നതും ഇതുകൊണ്ട് തന്നെയാണ്. കൊല്ലത്ത് ഒരു സ്ത്രീയെ 2 കുഞ്ഞുങ്ങളോടൊപ്പം തീ കൊളുത്തി ആത്മഹത്യക്ക് ചെയ്ത് അതീവ ഗുരുതരമായിട്ടുള്ള നിലയിലാണ് കാണുന്നത്. അതുപോലെ തന്നെ ഷൈനിയുടെയും കുഞ്ഞുങ്ങളുടെയും ആത്മഹത്യ എല്ലാവരുടെയും മനസ്സിൻ്റെ നൊമ്പരമാണ്. സമാനമായി ഏറ്റുമാനൂരിൽ തന്നെയാണ് അഡ്വക്കേറ്റ് ജിസ്മോളും മക്കളും പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ആത്മഹത്യകളൊക്കെ എത്തിച്ചേരുന്നത് സ്ത്രീകളിലേക്കാണ്. സ്ത്രീകളാണ് കൂടുതലായിട്ടും ആത്മഹത്യ ചെയ്യുന്നത്. അതിന് കാരണം അവരുടെ മനസ്സിനെ പിന്തുണയ്ക്കാൻ, അവരുടെ ചിന്തകളെ പിന്തുണയ്ക്കാൻ, അവരോടൊപ്പം നിന്ന് ജീവിതം മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് ചുറ്റുമുള്ളവർ തയ്യാറാവുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഇനി ഇങ്ങനെയുള്ള ഘട്ടങ്ങളിലൂടെയാണ് സ്ത്രീകൾ കടന്നു പോകുന്നതെന്ന് പൂർണ്ണ ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ തനിയെ ജീവിക്കാനായിട്ട് ശീലിക്കുക, തനിയെ കാര്യങ്ങളെ പിന്തുടരാനായിട്ടും ഓരോ കാര്യങ്ങളെ ചെയ്യാനായിട്ടും മുൻകൈയെടുത്ത് ചെയ്യുന്നതോടൊപ്പം മാനസികമായിട്ട് ധൈര്യം സംഭരിച്ചുകൊണ്ട് ജീവിതത്തെ ഫേസ് ചെയ്യാൻ, പ്രശ്നങ്ങളെ ഫേസ് ചെയ്യാനൊക്കെ ഓരോ സ്ത്രീകൾക്കും സാധിക്കണം. തന്നോടൊപ്പം മറ്റാരുമില്ല എന്നുള്ള പൂർണ്ണ ബോധ്യം സ്ത്രീക്കുണ്ടാവണം.